ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം കണ്ടെത്തി ഞാൻ തന്നെ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് കേട്ടോ ഇന്ന് പറയുന്നത്. വീട്ടമ്മയായ ഒരു സ്ത്രീക്ക് ഈസിയായി ചെയ്യാവുന്നൊരു കാര്യമാണ്. നമ്മുടെ വീട്ടുജോലികൾക്കിടയിൽ തന്നെ നമുക്കിത് ചെയ്തു തീർക്കാം. അപ്പോൾ ഇത് വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യുന്നൊരു ജോലി എന്ന് ഞാൻ പറയില്ല. കാരണം ഒരു വീട്ടമ്മയ്ക്ക് ഒരു വീട്ടിൽ ഒത്തിരി ജോലികൾ കാണും. അപ്പോൾ നമുക്ക് വെറുതെ ഇരിക്കാനൊന്നും അങ്ങനെ സമയം കിട്ടില്ല. അപ്പോൾ ഇത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വേറെ എന്താ, നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാകുന്നുള്ള ഒരു സംതൃപ്തി, അത്രയേ ഉള്ളൂ. വേറെ എന്തൊക്കെ ഉണ്ടെങ്കിലും സ്വന്തമായിട്ട് ഒരു 10 രൂപ സമ്പാദിക്കുക എന്നുള്ളത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ് അല്ലേ. അപ്പം ഞാൻ ആദ്യമേ തന്നെ ചെറിയ തോതിൽ ദോശ, ഇഡ്ഡലി മാവ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ അടുത്തുള്ള വീടുകളിലൊക്കെ തന്നെ കൊടുക്കാൻ തുടങ്ങി. അതിന് വേണ്ടിയിട്ട് എനിക്കൊരു 2-2.5 ലിറ്റർ ആട്ടാൻ പറ്റിയ ഒരു ഗ്രൈൻഡർ ഉണ്ടായിരുന്നു. അതിൽ കൂടിയാണ് ഞാൻ ആദ്യം ചെയ്തു തുടങ്ങിയത്. പിന്നീട് ഇതറിഞ്ഞിട്ട് ആൾക്കാരൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് വാങ്ങിക്കാൻ തുടങ്ങി. അപ്പോൾ അതിന് ചിലവുണ്ടെന്നറിഞ്ഞപ്പോൾ ഞാൻ വേറൊരു ഗ്രൈൻഡർ മേടിച്ചു, അതിനേക്കാൾ കുറച്ചുകൂടി വലുത്. പിന്നെ ഞാനത് കടയിൽ കൊടുക്കാവുന്ന തീരുമാനത്തിൽ കടകളിൽ ചോദിച്ച്, അപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കടകളിൽ കൊടുക്കാൻ തുടങ്ങി. ഞാൻ അതിന് മാത്രം ബിസിനസ്സൊന്നും ചെയ്യണില്ല, എനിക്കതിനുള്ള പറ്റില്ല, സൗകര്യമില്ല. എന്ന് വെച്ചാൽ വീട്ടിൽ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ട് എൻ്റെ പരിധിയിൽ വെച്ചിട്ടുള്ള ബിസിനസ്സേ ഞാൻ നടത്തുന്നുള്ളൂ. ശരിക്കും ഇത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റിയൊരു ബിസിനസ്സാണ്. ശരിക്കും നല്ലൊരു ബിസിനസ്സായിട്ട് ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലെയും ആൾക്കാർക്ക്, ഭാര്യയ്ക്കും ഭർത്താവിനും തന്നെ ജോലിയുള്ളവരാണ്. അപ്പോൾ അവർക്ക് ഇതിനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ അവർ മിക്കവാറും ആൾക്കാർ ഇത് വാങ്ങിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് കടകളിലൊക്കെ നമുക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് FSSAI രജിസ്ട്രേഷൻ ചെയ്ത് നമുക്ക് വേണം അത്. അപ്പോൾ ഞാനത് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വലിയ തോതിലൊന്നും ചെയ്യണില്ല. വലിയ തോതിൽ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ശരിക്കും പൈസ മുടക്കിയിട്ട് ചെയ്യണം. ഞാൻ പിന്നീട് ഒരു 2 വർഷത്തിന് ശേഷം ഞാൻ പുതിയത് വാങ്ങി, ഇത്തിരി കൂടി കൂടുതലാട്ടാൻ പറ്റിയ രീതിയിലുള്ള. ഞാനിത് ഇതുപോലെ 1 കിലോ പാക്ക് ചെയ്ത് സീല് ചെയ്താണ് കൊടുക്കുന്നത്. 1/2 കിലോ ചോദിക്കുന്നവർക്കും കൊടുക്കാറുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് കൊടുക്കാമല്ലോ. കടയിൽ 1 കിലോ തന്നെ ഇതുപോലെ പാക്ക് ചെയ്ത് സീൽ ചെയ്തൊക്കെ കൊടുക്കും വീട്ടിൽ. അപ്പോൾ വലിയ തോതിൽ നമുക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 10-15,000 രൂപയുടെയൊക്കെ നമ്മുടെ ഗ്രൈൻഡറൊക്കെ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കടകളിൽ ചെന്ന് ചോദിച്ച് അവർക്കൊക്കെ കൊടുക്കാനും കൊണ്ടുപോയി കൊടുക്കാനും ഒക്കെയുള്ള സൗകര്യമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ വീട്ടമ്മമാരായ സ്ത്രീകൾക്ക് പറ്റിയൊരു ബിസിനസ്സാണിത്. നമുക്ക് കൂടുതൽ പുറത്തേക്ക് പോയി അലഞ്ഞു തിരിയണ്ട. നമ്മുടെ വീട്ടിൽ തന്നെ ആൾക്കാർ വരികയാണെങ്കിൽ അത് നമുക്ക് കൂടുതൽ സൗകര്യം. പിന്നെ 1-2 കടകൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ളത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതും നല്ലതാണ് നമുക്ക്. അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കാം, നമുക്കൊരു ചെറിയ വരുമാനമാകുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ പല ബിസിനസ്സുകളും നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.